ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസിന്റെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, UPയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. സൈക്കോളജി വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം LP എന്നില്ല. കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, LPനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ വിശേഷതകളുടെ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് ഡാഷ് എന്ന് പറയുന്നത്. വ്യക്തിയിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള, വ്യക്തിയിൽ അന്തർലീനമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് ഡാഷ് എന്ന് പറയുന്നത്. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണത്തിനെ ഡാഷ് എന്ന് പറയാം. എന്തെന്ന് പറയാം? അയാളുടെ സ്വഭാവ സവിശേഷതകൾ, അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? അയാളുടെ പരിപക്വതയെ എടുത്തു കാണിക്കുന്നതാണ്, മച്യൂരിറ്റിയെ കാണിക്കുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അഥവാ പെർസെപ്ഷന്റെ അടിസ്ഥാനം. പ്രത്യക്ഷണത്തിന്റെ അല്ലെങ്കിൽ പെർസെപ്ഷന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ്, ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെന്ന് പറയാനായിട്ട് സാധിക്കും? നമുക്ക് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഒരു സമഗ്രത എന്നുള്ള ഒരു വാക്കുണ്ട്. അതിലുപരി ഒരു പ്രതിഭാസത്തിന്റെ, അതായത് ഏതെങ്കിലും ഒരു വസ്തു, ഞാനിപ്പോ ഒരു ഫോൺ എടുത്തു, ആ ഫോണിന്റെ പൂർണ്ണമായിട്ടുള്ള വശം, അതിന്റെ സമഗ്രതയാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്? ഈ ജസ്റ്റാൾട്ടിസം എന്ന് പറയാനായിട്ട് സാധിക്കും. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, ആരുടെ ഗ്രന്ഥമാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഗ്രന്ഥമാണ് എന്ന് പറയാം. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറയാം. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? കൺസ്ട്രക്റ്റിവിസം അഥവാ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയാനായിട്ട് സാധിക്കും. വികസനത്തിലെ വിവിധ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവർത്തികൾ എന്നാണ്. വികസനോന്മുഖ പ്രവർത്തികളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു രൂപമാതൃക ആവിഷ്കരിച്ചത് ആര്? വികസനത്തിലെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവർത്തികളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ രൂപമാതൃക ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഹാർവി ഗസ്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഹാർവി ഗസ്റ്റ് അല്ലെ, ഹാർവി ഗസ്റ്റ് ആണ് ഹാർവി ഗസ്റ്റ് ഡെവലപ്മെന്റൽ ടാസ്ക് ആരുടെ? ഹാർവി ഗസ്റ്റ്. ഓക്കെ, എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണത്തിന് എന്തെന്ന് പറയാം? പരിപക്വത. ചുണ്ടനയ്ക്ക് പറഞ്ഞ എന്റെ ഒപ്പം പരിപക്വത എന്ന് പറയാം. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയും കുഞ്ഞുങ്ങളെ? ജസ്റ്റാൾട്ട് സിദ്ധാന്തമാണെന്ന് പറയാനായിട്ട് സാധിക്കും. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ആരുടേതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഗ്രന്ഥമാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറയാം. ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറയാം. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? ജ്ഞാന നിർമ്മിതിവാദമാണ്. എന്താണ്? ജ്ഞാന നിർമ്മിതിവാദമാണ് എന്ന് പറയാം. വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവൃത്തി ആരുടെ എന്ന് ചോദിച്ചാൽ
ഹാവി ഗസ്റ്റിൻ്റെതാണ് വികസനോന്മുഖ പ്രവർത്തികൾ എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തതിലേക്ക് പോവാം. അപ്പൊ അത്രയും സെറ്റായി എന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ 4 പായാണ് കേട്ടോ. 4 പാ എന്ന് പറയും. 4 പായാണ് വികസനത്തെ. എന്തൊക്കെയാണ്? പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. വികസനം അഥവാ ഡെവലപ്മെന്റ്, ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസ്ഡ്, ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. ചുണ്ടനക്കി പറഞ്ഞേ, വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്നിങ്ങനെ പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? പൊരുത്തപ്പെടലിന്റെ കാലം, ഏജ് ഓഫ് കൺഫോമിറ്റി എന്നറിയപ്പെടുന്ന കാലം ഏതാണെന്നാണ് പറയുന്നത്. പിൽക്കാല ബാല്യമാണ്. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? അന്ത്യബാല്യം അഥവാ പിൽക്കാല ബാല്യമാണ്. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? പിൽക്കാല ബാല്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണ്? ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്ന ഏതാണ്? പ്രായപൂർത്തിയാണ്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രായപൂർത്തിയാണ് എന്ന് പറയാം. പിയാഷെയുടെ വികസന ഘട്ടങ്ങളിൽ ശ്രേണീകരണത്തിനും അതോടൊപ്പം തന്നെ തരം തിരിക്കാനുമുള്ള കഴിവ് വളർന്നു വരുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയാഷെയുടെ വികസന ഘട്ടങ്ങളിൽ ശ്രേണീകരണം, ഗ്രൂപ്പിംഗ് അഥവാ തരം തിരിക്കാനുള്ള കഴിവ്, ക്ലാസിഫൈങ് കഴിവ് കുട്ടികളിൽ വളർന്നു വരുന്നത് 4 ഘട്ടങ്ങളുണ്ട്. ഇന്ദ്രിയ ജാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ 4 ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികളിൽ ശ്രേണീകരണം, ഗ്രൂപ്പിംഗ്, തരം തിരിക്കുന്നതിനുള്ള കഴിവ്? NCI എക്സാം, ലാസ്റ്റ് NCI എക്സാം ജൂലൈ 22-ാം തീയതി നടന്ന 22-23 2023 ജൂലൈ 22 നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏതാണ്? പിയാഷെയുടെ ഗ്രൂപ്പിംഗ് സ്റ്റേജ്, ഗ്രൂപ്പിംഗ് എന്നുള്ള സംജ്ഞ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടമാണ്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണെന്ന് പറയാം. സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സാമൂഹിക വികസനമാണ്. സാമൂഹിക വികാസം, സാമൂഹിക പഠനമല്ല, സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് എറിക് എച്ച് എറിസൺ എന്ന് പറയുന്നത്. ആരാണ്? എറിക് എച്ച് എറിസൺ. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ശാസ്ത്രയത്വം വേഴ്സസ് ലജ്ജ, നേതൃത്വ ഗുണം വേഴ്സസ് കുറ്റബോധം, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. ലാസ്റ്റ് UP അസിസ്റ്റന്റ് എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ പ്രതിസന്ധി, ഇഷ്ടം വേഴ്സസ് ഏകാകിത്വം, സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്, ദെൻ സമഗ്രത വേഴ്സസ് നിരാശ. 8 വികസന ഘട്ടങ്ങളിലായി എന്താണ് സാമൂഹിക വികസനം ആവിഷ്കരിച്ച വ്യക്തിയാണ് എറിക് എച്ച് എറിസൺ എന്ന് പറയുന്നത്. 8 പ്രതിസന്ധി ഘട്ടങ്ങളെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. റൂസോ നിർദ്ദേശിച്ചിരിക്കുന്ന നൈസർഗിക പരിണിത ഫലം എന്നറിയപ്പെടുന്ന പിയാഷെയുടെ സാന്മാർഗിക വികസന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക, നാച്ചുറൽ ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ്, അതായത് ഒരു കുട്ടി അത് ശരിയാണോ തെറ്റാണോ, അതാണ് സാന്മാർഗിക ബോധം. ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുന്നതാണ് ശിശുവിന്റെ സാന്മാർഗിക ബോധം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയിൽ നൈസർഗിക പരിണിത ഫലം, അതായത് നാച്ചുറലി ഉള്ള കോൺസിക്വൻസസിന്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതാണ് നൈസർഗിക പരിണിത ഫലം എന്ന് പിയാഷെ റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം, ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ് എന്നറിയപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ പിയാഷെയ്ക്കും 4 ഘട്ടങ്ങളാണ്. അതിൽ അനോമി എന്ന ഘട്ടമാണ് അറിയപ്പെടുന്നത്. അനോമി 1ാമത്തെ ഘട്ടം, 0 മുതൽ 5 വയസ്സ് വരെയുള്ള അനോമി ഘട്ടമാണ് നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ, വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത.
പൊരുത്തപ്പെടലിന്റെ കാലം അന്ത്യബാല്യം അഥവാ പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നു. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രായപൂർത്തിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിയാഷെയുടെ വികസന ഘട്ടങ്ങളിൽ ഏത് വികസന ഘട്ടത്തിലാണ് ശ്രേണീകരണം, വർഗീകരണം എന്നിങ്ങനെ തരംതിരിക്കാനുള്ള കഴിവ്, ശ്രേണീകരണം, തരംതിരിക്കാനുള്ള കഴിവ് എന്നീ കഴിവുകൾ കുട്ടികളിൽ വികസിക്കുന്ന ഘട്ടം 4 ഘട്ടങ്ങളിൽ മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത് ആരാണെന്ന് പറയാം? എറിക്സൺ ആണെന്ന് പറയാം. ആരാണ്? എറിക്സൺ ആണെന്ന് പറയാം. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം എന്നറിയപ്പെടുന്നത് അനോമി എന്ന സാൻമാർഗിക വികസന ഘട്ടമാണ്. അനോമി, ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി, ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി, ഓട്ടോണമി വേഴ്സസ് അഡോളസൻസ് എന്നിവയാണ് ഘട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, പഠിച്ചു വയ്ക്കണേ. അടുത്തത്, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ആ വ്യക്തി ഭാഷാശേഷിയാണ് അല്ലെ. മനുഷ്യനെ മറ്റു വ്യക്തികളിൽ നിന്ന്, മറ്റു ജീവികളിൽ നിന്ന്, മറ്റു ജീവി വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? അയാളിലെ ഭാഷാശേഷിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? നോം ചോംസ്കിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് നോം ചോംസ്കിയാണ്. ജന്മസിദ്ധമായ സ്വഭാവ സവിശേഷ, ജന്മസിദ്ധമായി എന്റെ കൂടെ കുറച്ച് ട്രേറ്റ്സ് ഇങ്ങ് വരിക. അതിന് കാരണം എന്താ? എന്റെ പാരമ്പര്യമാണ്. ജന്മസിദ്ധമായ സ്വഭാവ സവിശേഷതകൾക്ക് കാരണം പാരമ്പര്യമാണ് എന്ന് പറയാം. ഇന്റലിജൻസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോ ആണ്. ഇന്റലിജൻസ് എന്ന പദം കൊണ്ടുവന്ന, ഇന്റലിജൻസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബുദ്ധിയുടെ ദിഘടകമാരുടെ ചാൾസ് പിയർമാന്റെ ആണ്. ബുദ്ധിക്ക് ജി എന്നും എസ് എന്നും 2 ഘടകങ്ങളുണ്ട്. അതായത് ജി എന്ന് പറയുന്നത് ജന്മസിദ്ധവും എസ് എന്ന് പറയുന്നത് കർമ്മസിദ്ധം, എന്താണ് നമ്മൾ പരിശ്രമിച്ച് നേടുന്നതുമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ജി എന്നും എസിനും 2 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞ സ്പിയർമാനാണ്. ഒരു കുട്ടിയുടെ മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായാൽ ബുദ്ധിമാനം എത്രയായിരിക്കും? മാനസിക വയസ്സ് 10, കാലിക വയസ്സ് 10. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ ബുദ്ധിമാനം എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? 100 ആണ് എന്ന് പറയാനായിട്ട്, ശരാശരി അല്ലെങ്കിൽ 100 എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാനം നടത്തിയത് ആര്? ഡോക്ടർ CH റൈസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ CH റൈസ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്, IQ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ എന്ന ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ്. വില്യം സ്റ്റേൺ എന്ന ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ് ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? അയാളുടെ ഭാഷാശേഷിയാണെന്ന് പറയാം. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? നോം ചോംസ്കി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ജന്മമായ സ്വഭാവ സവിശേഷതകൾ കാരണം പാരമ്പര്യമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്റലിജൻസ് എന്ന് പറയുന്നത് സിസറോ, റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോയുടെയാണെന്ന് പറയാം. ബുദ്ധിയുടെ ദിഘടകം ആരുടേതാണ്? സ്പിയർമാൻ, ചാൾസ് സ്പിയർമാന്റെയാണ് ബുദ്ധിയുടെ ദിഘടകം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ കാലിക വയസ്സും മാനസിക വയസ്സും തുല്യമായാൽ ബുദ്ധിമാനം എത്രയാണ്? 100 ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാനം നടത്തിയത് ഡോക്ടർ CH റൈസ് ആണ്. CH റൈസ് ആണ്. ബുദ്ധിമാനം അഥവാ IQ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന പദം വില്യം സ്റ്റേണിന്റേതാണ്. ഓക്കെ, വില്യം സ്റ്റേണിന്റേതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ വില്യം സ്റ്റേണിന്റേതാണ് ബുദ്ധിമാനം എന്ന പദം എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. സെറ്റാണ് 20 ക്വസ്റ്റ്യൻസ്. അടുത്തലേക്ക് പോകാം. വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്. വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്താ? വൈകാരിക ബുദ്ധി. വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. വൈകാരിക ബുദ്ധിയുടെ വക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡാനിയേൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡാനിയേൽ ഗോൾമാൻ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെ. ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത്, ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. തന്റെ കൂട്ടുകാരനായ തിയോഡർ സൈമണുമായി ചേർന്നാണ് ഏറ്റവും ആദ്യത്തെ ബുദ്ധിമാപിനി റെഡിയാക്കിയത് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യമായി ബുദ്ധിശക്തി അളക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്.
ഒരേ നിരക്കിലുള്ള പഠന പുരോഗതി, ഇതൊരു പഠന വക്രമാണ്. ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന വക്രം അറിയപ്പെടുന്ന പേരെന്താ? ഋജുരേഖാവക്രം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ കർവ് അഥവാ ഋജുരേഖാവക്രം എന്നാണ് പറയുന്നത്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അനുബന്ധന പഠന സിദ്ധാന്തം, അനുബന്ധന പഠന സിദ്ധാന്തം. അനുബന്ധനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചോദക ചരവും ഒരു പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിനെ എന്ത് ചെയ്യുകയാണ്? മോഡിഫൈ ചെയ്യുന്ന, പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ്, അല്ലെ? അപ്പൊ അനുബന്ധന പഠന സിദ്ധാന്തം ആരുടേതാണെന്ന് പറയാം? പാവലോവിന്റേതാണ് എന്ന് പറയാം. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തം ഏതാണ്? നമ്മുടെ തോണ്ടേക്കിന്റെ സംബന്ധ സിദ്ധാന്തം അഥവാ ശ്രമപരാജയ സിദ്ധാന്തമാണ് പ്രശ്നപേടകത്തിലെ പൂച്ച എന്നറിയപ്പെടുന്ന സിദ്ധാന്തം. തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം ഫലപ്രദമായി നടക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? പഠന സന്നദ്ധത, ലേണിംഗ് റെഡിനെസ് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു തിയറം തന്നെ എന്താണ്? ലേണിംഗ് റെഡിനെസ് ആണ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് എഫക്ട് എന്നാണ് പറയുന്നത്, അല്ലെ? വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. വൈകാരിക ബുദ്ധിയുടെ വക്താവാണ് ഡാനിയൽ ഗോൾമാൻ. ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഒരേ നിരക്കിലുള്ള പഠന പുരോഗതിയെ കാണിക്കുന്ന വക്രം ഋജുരേഖാ വക്രമാണ്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം അറിയപ്പെടുന്ന പേരെന്താണ്? ആരുടേതാണ്? പാവലോവിന്റേതാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം. തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം ഫലപ്രദമായി നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ്? പഠന സന്നദ്ധത ആവശ്യമാണ് എന്ന് പറയാം. കിട്ടിയല്ലോ? പഠന സന്നദ്ധത ആവശ്യമാണ്, പഠന സന്നദ്ധത ആവശ്യമാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച സംബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അനുബന്ധ പ്രതികരണ സിദ്ധാന്തം പാവലോവിന്റേതാണ്. ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്നതാണ് ഋജുരേഖാവക്രം എന്ന് പറയുന്നത്. ആരാണ് ബുദ്ധിശക്തി അളക്കാൻ ആദ്യമായി ശ്രമിച്ചത്? ബിനെറ്റ് ആണ്. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ വൈകാരിക ബുദ്ധി എന്ന് പറയാം. വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി എന്നറിയപ്പെടുന്നത് ഏതാണ്? പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി, റീഇൻഫോഴ്സ്മെന്റ് ആണ് സ്റ്റിമുലസ് ആയി നൽകുന്നത്. പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതിയാണ് പ്രവർത്തന അനുബന്ധനം എന്ന് പറയുന്നത്. ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പ്രവർത്തന അനുബന്ധനം, അല്ലെ? പ്രവർത്തന അനുബന്ധനമാണ് പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്നതാണ് പ്രവർത്തനാനുബന്ധനം. അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? BF സ്കിന്നർ ആണ്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഒരുപാട് വട്ടം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് പഠനം ഫലപ്രദമാകുന്നത് പ്രശ്ന പരിഹരണത്തിലൂടെ. എന്തിലൂടെയാണ്? പ്രശ്ന പരിഹരണത്തിലൂടെ. പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യം പേര് കൊടുത്തത് ആരാണ്? കൊഹ്ലറാണ്. പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യമായി ഏറ്റവും ആദ്യം പേര് കൊടുത്തത് കൊഹ്ലറാണ്. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്ന എന്തിനാ? കേന്ദ്ര ആശയത്തിനാണ്. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്ന എന്തിനാണ്? കേന്ദ്ര ആശയത്തിനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളെ എന്തെന്നാണ് വിളിക്കുന്നത്? സ്കീമ എന്നാണ്. നിലവിലുള്ള അറിവ്, അതായത് വൈജ്ഞാനിക ഘടനയിൽ നിലവിലുള്ള ഈ അറിവുകളൊക്കെ ഉണ്ടല്ലോ, ഈ അറിവുകൾക്ക് പറയുന്നത് സ്കീമ. വൈജ്ഞാനിക ഘടനയിലെ അറിവിന്റെ ആ ഒരു ഏകകത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? സ്കീമ. അപ്പൊ പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് BF സ്കിന്നർ ആണ്. അടുത്തത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഫലപ്രദമാകുന്നത് പ്രശ്ന പരിഹരണത്തിലൂടെയാണ്. പഠനത്തിന് ഉൾക്കാഴ്ച എന്ന പേര് കൊടുത്തത് ആരാണ്? കൊഹ്ലറാണ്. പഠനത്തിന് ഉൾക്കാഴ്ച എന്ന പേര് നൽകിയത് ആരാണ്? കൊഹ്ലറാണ്. കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്ന കേന്ദ്ര ആശയത്തിന് നൽകുന്നു. നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ എന്തെന്ന് വിളിക്കുന്നു? സ്കീമ എന്ന് വിളിക്കുന്നു. നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ എന്തെന്നാണ് വിളിക്കുന്നത്? സ്കീമ എന്നാണ് വിളിക്കുക.
ഏതൊരു ആശയത്തിന്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഏതൊരാശയത്തിന്റെയും പ്രാഥമിക തലം എന്ന് പറയുന്ന പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം ആരുടേതാണ്? ബ്രൂണേറിയൻ കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇനി പഠനവേളയിൽ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവയുണ്ട് എന്ന് സൂചിപ്പിച്ചത് ആരാണ്? ബ്രൂണറാണ്. ബ്രൂണേറിയൻ വികസന ഘട്ടങ്ങളാണ്. വൈജ്ഞാനിക വികസനത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന 3 ഘട്ടങ്ങളാണ് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ പറയാനായിട്ട് സാധിക്കും. പഠനം ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? വൈഗോട്സ്കി ആണ്. പഠനം ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? വൈഗോട്സ്കി ആണെന്ന് പറയാം. കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയാണ് സ്കഫോൾഡിംഗ് അഥവാ കൈത്താങ് എന്ന് അറിയപ്പെടുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. കുട്ടികളിലെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിന് വൈഗോട്സ്കി നിർദ്ദേശിക്കുന്ന അധ്യാപന രീതി, കുട്ടികളിലെ വൈജ്ഞാനിക വികാസം സാധിക്കുന്നതിന് വൈഗോട്സ്കി സംഭാവന നൽകുന്ന രീതിയാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. കുട്ടികളിലെ വൈജ്ഞാനിക വികാസം വർദ്ധിപ്പിക്കാൻ വൈഗോട്സ്കി നിർദ്ദേശിക്കുന്ന അധ്യാപന രീതി ഏതാണെന്ന് ചോദിച്ചാൽ സഹകരണാത്മക പഠനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏതൊരാശയത്തിന്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണർ ആണ് എന്ന് പറയാം. പഠനവേളയിൽ ആശയരൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആരാണെന്ന് പറയാം? ബ്രൂണർ ആണെന്ന് പറയാം. പഠനം ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണെന്ന് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ് എന്ന് പറയാം. കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയാണ് കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്നു. കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ്. കുട്ടിയുടെ വൈജ്ഞാനിക വികാസം വർദ്ധിപ്പിക്കുന്നതിന് വൈഗോട്സ്കി നിർദ്ദേശിക്കുന്ന അധ്യാപന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? അദ്ദേഹം സഹകരണാത്മക പഠനമാണ് നിർദ്ദേശിക്കുന്നതെന്ന് കാണാം. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവ് ഉളവാക്കുന്ന പ്രക്രിയയാണ് ഡാഷ് എന്ന് പറയുന്നത്. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവുളവാക്കുന്ന പ്രക്രിയയാണ് ഡാഷ് പഠനം. ഇങ്ങനെ ഒരു നിർവചനം നൽകിയത് ആരാണ്? അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവുളവാക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് എ കോൾബ് ആണ്. ആരാണ്? ഡേവിഡ് എ കോൾബ്. കോൾബിൻ്റെതാണ് അനുഭവാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത്. അനുഭവാധിഷ്ഠിത പഠനം ഡേവിഡ് എ കോൾബിൻ്റെതാണ്. അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവ് ഉളവാക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് ഡേവിഡ് എ കോൾബാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബെന്തൂരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്ന പേര്, സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്ന പേര് എന്താണ്? നിരീക്ഷണ പഠനം എന്നാണ്. നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് ബെന്തൂരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്ന പേരാണ് നിരീക്ഷണ പഠനം എന്നറിയപ്പെടുന്നു. നൂതനമോ പുതുമയുള്ളതോ ആയ ഒരാശയത്തെയോ വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ വ്യക്തിക്കുള്ള ശേഷിയെ എന്തെന്ന് പറയാം? നൂതനമോ പുതുമയുള്ളതോ ആയ ഒരു വസ്തുവിനെ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ വ്യക്തിക്കുള്ള ശേഷിയാണ് എന്ത്? ക്രിയേറ്റിവിറ്റി അഥവാ സർഗപരത എന്ന് പറയുന്നു. നാഡീവ്യൂഹമുള്ള ജന്തുക്കളുടെ പൊതു സ്വഭാവമാണ് ഡാഷ്. നാഡീവ്യൂഹമുള്ള ജന്തുക്കളുടെ നാഡീ സിസ്റ്റം അല്ലെ, നാഡീവ്യൂഹമുള്ള ജന്തുക്കളുടെ പൊതു സ്വഭാവമാണ് എന്ത്? ഓർമ്മ എന്ന് പറയുന്നത്. മറവിയെ കുറിച്ചുള്ള ഏത് സിദ്ധാന്തത്തിലാണ് എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ് എന്ന പഠന തത്വം ബന്ധപ്പെട്ടിരിക്കുന്നത്? മറവിയെ കുറിച്ചുള്ള ഏത് സിദ്ധാന്തത്തിലാണ് എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ് എന്ന് പറയുന്ന പഠന തത്വം ബന്ധപ്പെട്ടിരിക്കുന്നത്? ദമന സിദ്ധാന്തത്തിലാണ് കേട്ടോ. ദമന സിദ്ധാന്തത്തിലാണെന്ന് പറയാം. ഓക്കെ, ഇനി ആന്തരിക അഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം എന്താണ്? നൈസർഗിക വാസന, ഇനേറ്റ് എബിലിറ്റി ആണ്. ആന്തരിക അഭിപ്രേരണ എന്നാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രേരണയാണ് അല്ലെ.
ഇൻട്രൻസീവ് മോട്ടീവാണ്, ഇൻട്രൻസീവ് മോട്ടിവേഷൻ ആണ്. അപ്പൊ അതിനെന്താ ബാഹ്യ അഭിപ്രേരണയാണ്? അല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നൈസർഗിക പ്രേരണയാണ് ആന്തരിക അഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. നൈസർഗിക പ്രേരണയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ്, ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രം ഏതാണ്? ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദമനമാണ്. ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം സമഗ്ര രൂപം, സാകല്യ രൂപം, കോൺഫിഗറേഷൻ എന്നൊക്കെയാണ് ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം. വ്യവഹാരവാദം പിന്തുണ നൽകുന്ന പഠന രീതി ഏതാണ്? വ്യവഹാരവാദം പിന്തുണ നൽകുന്ന പഠന രീതിയാണ് പ്രഭാഷണ രീതി, ലെക്ചർ മെത്തേഡ്. വ്യവഹാരവാദം പിന്തുണ നൽകുന്ന പഠന രീതിയാണ് പ്രഭാഷണ രീതി എന്ന് പറയാം. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വ്യക്തി സ്വീകരിക്കുന്ന സ്വയം തന്ത്രങ്ങളെയാണ് സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നു. സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നു, അല്ലെ? സമായോജന തന്ത്രങ്ങൾ. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വ്യക്തി സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നു. ഇനി യുക്തീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? യുക്തീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം നിരാശാബോധം കുറയ്ക്കുക. യുക്തീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം നിരാശാബോധം കുറയ്ക്കുക എന്നുള്ളതാണ് യുക്തീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയാം. ഉദാത്തീകരണം എന്ന ആശയം സംഭാവന നൽകിയത് ആരാണ്? ഡോക്ടർ ഫ്രോയിഡ് ആണ്. ഓക്കെ, ഉദാത്തീകരണം എന്ന ആശയം സംഭാവന നൽകിയത് ആരാണ്? ഡോക്ടർ ഫ്രോയിഡ് ആണ് എന്ന് പറയാം. ഏകദേശം 50 ക്വസ്റ്റ്യൻ ആണ് സെറ്റാക്കി വന്നത്. അപ്പൊ 50 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി പഠിച്ചു, ഒന്ന് റീകോൾ ചെയ്യുന്ന സ്റ്റൈലിൽ. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം ഇത്ര ഞാൻ എടുക്കുന്ന സമയം എത്രയും നിങ്ങൾക്ക് യൂട്യൂബിൽ എടുക്കേണ്ടി വരില്ല. ജസ്റ്റ് എൻ്റെ ഓഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്, അറിയത്തില്ലാത്തവരാണ് ഓഡിയോ ഒന്ന് കേൾക്കുക, അല്ലാത്തവരാണ് സ്വയം ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ DS? ഇനി ഒരു റിപ്പീറ്റേഷൻ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് വായിച്ചു പഠിച്ചു നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക. തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കാം. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.